ഞാൻ ഇന്നലെ ആയിരുന്നു വളരെ വൈകിയാണ് കോൺക്ലേവ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടത്. അതായത് അനോറയുടെ കൂടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ തോന്നി എന്തായിരുന്നു കോൺക്ലേവിലുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ ആ മൂവി കണ്ടത്. ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഫീൽ, അല്ലെങ്കിൽ അനോറയുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുമ്പോൾ, ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ എന്നാലും അനോറ കുറച്ച് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പടം കഴിഞ്ഞിട്ട് പിന്നീടും അതിങ്ങനെ മനസ്സിൽ വിങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല. ആ ഐഡിയ ഒക്കെ ഇതാണ്, പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് വിടും. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ആശയം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ് പോപ്പിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്താണ്. പുറത്തറിയുന്നത് മീഡിയസിനടക്കം പറയുന്നത് ഈ വെള്ളപ്പുകയും കറുത്ത പുകയും മാത്രമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ പുകകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ആ ഒരു സംഭവമായിരുന്നു. അതായത് അനോറയും കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അർജുന് കോൺക്ലേവിനെ കുറിച്ച് പറയാനുള്ളത്? കോൺക്ലേവ് ആദ്യ കാഴ്ചയിൽ വളരെയധികം ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. കാരണം ഒരു പുരോഹിത രാഷ്ട്രീയം എന്നുള്ളത് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോ അതിനകത്ത് തമ്മിൽ മത്സരിക്കുന്ന ഈ പുരോഹിതന്മാർ അടുത്ത പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ ആര് തിരഞ്ഞെടുക്കപ്പെടണം എന്നൊരു ചോദ്യം അവിടെ ഉയരുമ്പോൾ താൻ മുന്നിൽ വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പോ ഒരു സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം തിന്മകളെയും, അതിപ്പം സെക്സ് സ്കാൻഡൽ ആയിക്കോട്ടെ, കറപ്ഷൻ ആയിക്കോട്ടെ, സെക്സിസം ആയിക്കൊള്ളട്ടെ, പെട്രിയാർക്കി ആയിക്കൊള്ളട്ടെ, ഗ്രീഡ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള തിന്മകളും ബാക്കി മനുഷ്യരെ പോലെ ഈ പുരോഹിത വർഗത്തിനും ഉണ്ടെന്നും അത് തങ്ങൾ ഏറ്റവും ഉന്നത പുരോഹിതന്റെ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ആ ഒരു സ്വഭാവം അവിടെ കാട്ടപ്പെടുമെന്നും ഏറ്റവും ഒടുവിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് ആ ഒരു ചിത്രം ചെന്ന് നിൽക്കുന്നത്. ആ ഒരു ചിത്രം കണ്ടതുകൊണ്ട് താങ്കൾക്ക് ഒരുപക്ഷെ അത് അറിയാമായിരിക്കും, സ്പോയിലർ ആയതുകൊണ്ട് അത് പങ്കുവെക്കുന്നില്ല. എന്നാൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് കോൺക്ലേവ് അവസാനിക്കുന്നത്. പക്ഷെ ആ ഒരു ചിത്രം അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു സംഭവമാണല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലൂടെ പോകുമെന്നേ ഉള്ളൂ. അല്ലാതെ അനോറയെ പോലെ സ്ട്രാൻഡഡ് ആയ ഒരു വ്യക്തിയുടെ ജീവിതം ഓർത്ത് നമ്മൾ ഒരു വിഷമം ഉണ്ടാകുന്നത് പോലെ കോൺക്ലേവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു കാഴ്ച വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതില് എല്ലാ തരത്തിലുള്ള തിന്മകളും ഒരു കാത്തലിക് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിൽ ഉണ്ടായിരിക്കാവുന്ന ആ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനിൽ തുടങ്ങി കറപ്ഷനും മറ്റനവധി തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന കോൺക്ലേവ് മികച്ചൊരു ചലച്ചിത്രാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പല കാര്യങ്ങളും, അതായത് ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഈ കോൺക്ലേവ് എന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ തന്നെയും നമുക്കറിയാത്തൊരു കാര്യമാണ് എന്താണ് ആ അടച്ചിട്ട മുറികളിൽ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് വളരെ കൃത്യമായ രീതിയിലാണ്. ആ മ്യൂസിക്കൊക്കെ ശരിക്കും ഹൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂസിക് ഇല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഒരു മികച്ചതാകാൻ പറ്റില്ല. അതുപോലെയാണ് ആ മ്യൂസിക്, അത്രയ്ക്ക് നമ്മളെ ഇങ്ങനെ കുത്തി വലിക്കുന്നതാണ്. ആ കൃത്യമായിട്ട് രംഗങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ബിഷപ്പ്മാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ അവർ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോപ്പ് എന്നുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ബിഷപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ദി പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളവരുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫിൽറ്റർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഉള്ളിലും. ഇപ്പം നമുക്കറിയാം, ആ പ്രധാന കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പോപ്പിനടക്കം ഈ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് വളരെ ഒരു അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരും മികച്ചതല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ വസ്തുത പറയുകയാണെങ്കിൽ അനോറയ്ക്കും കോൺക്ലേവിനുള്ള പൊതുവായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംഗീതം ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങൾ വളരെ മികച്ച രീതിയിലാണ് ഇത് രണ്ടിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം കോൺക്ലേവിലേക്ക് കടന്നു വരുമ്പോൾ, കോൺക്ലേവ് തുടങ്ങിയ സമയത്ത് ആരംഭിച്ച സമയത്ത് വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അതില് കഥയധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്നത് ഈ ഗുണമേന്മയുള്ള സംഗീതവും അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡുമാണ്. അതിലൂടെ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു കഥയിലേക്ക് ഹുക്കാവുന്നത്. ഹുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ചിന്തകളെല്ലാം ഇത്രയും നാളും ഇപ്പം ഈ ക്രൈസ്തവ സഭയിലുള്ളവരായിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സഭയിലുള്ളവരായിക്കട്ടെ, അല്ലാത്തവരായിക്കൊള്ളട്ടെ, എല്ലാവരും പോപ്പിനെ കാണുന്നത് സമാധാനത്തിന്റെ ഒരു ചിഹ്നമായിട്ടും, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഉത്തമ പുരുഷൻ എന്നുള്ളൊരു അർത്ഥമായിട്ടാണ്. മറ്റ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പോപ്പിന്റെ ഒരു വാക്കിന് അത്രത്തോളം വില നമ്മുടെ സമൂഹത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചലച്ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ
അത്തരത്തിലുള്ള പുരോഹിതന്മാരിൽ തന്നെ അവരും മനുഷ്യരാണ്, മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ തിന്മകളും. ഇപ്പോൾ സാത്താന് തീർത്തും വിരുദ്ധമായിട്ടുള്ള സാത്താന്റെ ചിന്തകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു വിഭാഗമാണ് പുരോഹിത വിഭാഗം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് മുന്നിലാണ് ഈ ഒരു ചലച്ചിത്രം എടുത്തു വെക്കുന്നത്. എന്തുകൊണ്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായില്ല? ഇന്ത്യയിലായിരുന്നുവെങ്കിൽ, ഇന്ത്യയിലെ മതത്തിൽ ഏതെങ്കിലും അധിഷ്ഠിതമായിട്ടായിരുന്നുവെങ്കിൽ ഒരു ചിത്രം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാൻ ചെയ്തു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട്. അപ്പോ അത്തരത്തിൽ എന്തുകൊണ്ടൊരു ബാൻ ഉണ്ടായില്ല എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമ കൂടിയാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും, അതായത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പല കാര്യങ്ങളുമായി ബന്ധമുണ്ട്. ഇനിയും ഈ മൂവി വീണ്ടും വീണ്ടും ആളുകൾ കാണും, കാരണം അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. അതായത് പോപ്പിന്റെ ഒരു അവസ്ഥയും അപ്പം ഇനി എന്താണ് എന്നുള്ളൊരു ചോദ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ മൂവി ഇനിയും ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ കാണുക, തേടിപ്പിടിച്ച് കാണുക. അതെ, തീർത്തും ഈ സിനിമയ്ക്കെതിരെ ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോ ഒരു വലിയ ഒരു ആരോപണമോ ഒരു പ്രതിഷേധമോ ഒക്കെ ഉണ്ടായി വരാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം അത്രയും വലിയ ആരോപണങ്ങളാണ് ഈ ഒരു സഭയ്ക്ക് നേരെയും സഭയിലുള്ള ഏറ്റവും ഉന്നത പുരോഹിതന്മാർക്ക് നേരെയും ആരോപിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ കന്യാസ്ത്രീകളിൽ ഭാര്യമാരുണ്ട് എന്നും ആ കന്യാസ്ത്രീകളിൽ കുട്ടികളുണ്ട് എന്നും പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങൾ ചലച്ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിശ്വാസ സമൂഹം അതിനെ അത്ര സഹിഷ്ണുതയോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ചലച്ചിത്രം കാണാൻ പോയ അനുഭവം കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പം ഞാനിത് ഏരീസ് ഫ്ലെക്സിലാണ്, IFK-യോടനുബന്ധിച്ച് തന്നെയാണ് ഇത് കണ്ടത്. അപ്പം അവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഏരീസ് ഫ്ലെക്സ് ആ ഒരു സിനിമാ തിയേറ്റർ അറിയാവുന്നവർക്കറിയാം, 4 നിലകളുടെ മുകളിലാണ് OD1 ഉള്ളത്. ആ 4 നിലകളുടെ മുകളിൽ നിന്ന് താഴെ വരെ എത്തി നിൽക്കുന്ന ഒരു ക്യൂ. അപ്പം ഈ ഒരു ചലച്ചിത്രത്തിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വായിച്ചുകൊണ്ട് അതിൽ ആകർഷകരായിട്ട് കടന്നെത്തുന്ന വലിയൊരു പറ്റം സിനിമാ പ്രേമികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സഹിഷ്ണുതയോടെ കാണാനുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കാം അവർ വന്നത് എന്നും കൂടി ഞാൻ കരുതുന്നുണ്ട്. അത് ആ ഒരു സഹിഷ്ണുത എല്ലാ മനുഷ്യർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമെന്നുകൂടി ഞാൻ കരുതുന്നു. അതെ, അനോറയ്ക്കൊപ്പം തന്നെ മത്സരിച്ച ചിത്രമായിരുന്നു, വളരെ മികച്ചതായിരുന്നു. അനോറയെക്കുറിച്ച് ഒന്നും കൂടെ പറയാം. അതായത് അനോറ ഇപ്പോൾ 5 അവാർഡുകൾ നേടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. സംവിധായകൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. വളരെ ഒരു ഫ്ലോലെസ് ആയിട്ട് തന്നെ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ നമ്മൾ അതിൽ അങ്ങ് ഇഴചേർന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ആ ഓപ്പണിംഗ് ഷോട്ട് തൊട്ട് തന്നെ ആ ഒരു മികവ് കാണിക്കുന്നുണ്ട് എഡിറ്റിങ്ങിലും. ഒരുപക്ഷെ സംവിധായകൻ തന്നെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ എഴുത്തും എല്ലാം കൂടെ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം വളരെ മികച്ചൊരു ചിത്രം തന്നെയായിരുന്നു. അതിലെങ്ങനെയായിരുന്നു അതിലെ ഓരോ സീൻസും ഷോട്ട്സും ഒക്കെ അർജുൻ നോക്കി കാണുന്നത്? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.